ഹലോ ഗായ്സ്, നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഇതിന്റെ ഇത്താത്തയുണ്ട്, പിന്നെ എന്റെ അനിയത്തിയും. ഇത്താത്തന്റെ അനിയത്തിനൊക്കെ പരിചയപ്പെടുത്തി. അപ്പൊ നമ്മൾ ഊബർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കലൂരിലേക്ക് പോകാനാണ് പ്ലാൻ. കറന്റ്ലി ഇപ്പൊ തേവരയിലാണ് ഉള്ളത്. പക്ഷേ തേവരയിൽ നല്ല കളക്ഷൻസ് ഉള്ള എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മള് കലൂർ പോകാൻ പ്ലാൻ ചെയ്തു. ഉപ്പ കാറാണ് വിളിച്ചത്. കാറാണെങ്കിൽ അതിന്റെ AC ഞങ്ങൾക്ക് ഭയങ്കര സീനാണ്, ഛർദ്ദിക്കാൻ വരും. ഞാനും എന്റെ അനിയത്തിയാണ് മെയിൻ ആയിട്ട്. അങ്ങനെ തേവര ജംഗ്ഷനിൽ എത്തിയപ്പോൾ നമ്മൾ ബസ് കയറി. ആക്ച്വലി ബസ്സും സീനാണ്, അത് അവരെ കണ്ടില്ലേ മേലെ സൈഡായി കിടക്കുന്നത്. പിന്നെ എനിക്കതൊരു ശീലമായി. അങ്ങനെ കലൂരിലെത്തി ദീനിലാണ് പോയത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല കളക്ഷനുള്ള കട, നല്ല റേറ്റ് ആണ്. അതല്ല, എല്ലായിടത്തും നല്ല റേറ്റ് ആണ്, 2000 ഒക്കെ ആവുന്നുണ്ട്. ബട്ട് അവിടെ ഇനി ഇടാൻ ബാക്കിയൊന്നുമില്ല. ഞാൻ എല്ലാം ഇട്ടു. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ തപ്പി അവസാനം ബാങ്ക് കൊടുക്കാൻ സമയമായി. അന്നാണെങ്കിൽ നോമ്പ് വരുന്നു. പിന്നെ ഞങ്ങള് നോമ്പ് ഇറക്കാൻ പോയി. അവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് നോമ്പ് വരുന്നു. അവിടെ നിന്ന് 2 പൊറോട്ട അടിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് എഗെയിൻ ഷോപ്പിങ്ങിലേക്ക് അടുത്ത ഷോപ്പിലേക്ക് ഷോപ്പിംഗ് ആയിട്ട് പോയി. 10 മണി വരെ അവിടെ ആയിരുന്നു. എഗെയിൻ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. എനിക്കും എൻ്റെ അനിയത്തിക്ക് ഒന്നും കിട്ടിയില്ല. ഇത്താത്ത അവസാനം അവിടെ നിന്ന് ടോപ്പ് എടുത്തു. പിന്നെ ഇക്കാക്ക ഇക്കാക്ക പറഞ്ഞു വേറെയും കുറേ ഷോപ്പൊക്കെ ഉണ്ടെന്ന്, പെരുന്നാൾ രാത്രി അല്ലേ, അടക്കൊന്നുമില്ല, നമുക്ക് പോവാം. അവസാനം ഒരു കടയിൽ കയറി അവിടെ നോക്കി. ആക്ച്വലി കളക്ഷൻസ് എല്ലാം കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പെരുന്നാൾ രാത്രിയുടെ മാത്രമല്ല 12 മണിയായി. ഈവൻ ആ ഒരു ടൈമിൽ പോലും ഭയങ്കര തിരക്കുണ്ട്. അവസാനം അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു ജാത്താരി ഉണ്ടായിരുന്നത്. അവിടെ എത്തി നെക്ലിയസ് ഞാൻ കണ്ടു. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പോവാം, അവിടെ നിന്ന് എന്തായാലും എടുക്കണം. ഇനി ഇട്ടില്ലാന്ന് ഉറപ്പിച്ചു. കാരണം 12 മണിയായി. 12 മണി കഴിഞ്ഞു. എൻ്റെ അനിയത്തിക്കാണെങ്കിൽ പാകിസ്ഥാൻ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അവിടെയാണെങ്കിൽ ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ നോക്കി അവസാനം അവൾ ആ പാകിസ്ഥാൻ തന്നെ എടുത്തു. ബട്ട് അപ്പോഴും ഞാനവിടെ ബാക്കിയാണ്. ഇടാനിനി ഒന്നും ബാക്കിയില്ല. അവര് ആ പുറത്ത് വെച്ച ബാക്കിയെല്ലാം ഞാൻ ഇട്ടു. ഞാനാണെങ്കിൽ ചെറുത്. അവിടെ ഉള്ളത് മുഴുവനും XXL, XXL എല്ലാം വലുത്. അവസാനം ഒരു വഴിയില്ല. അവസാനം അവര് മാഡം നമുക്ക് 2 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യണം. എന്റെ കൂടെ ഉള്ളവരും ചടച്ചു. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. 2 മണിയാവാനായി. അങ്ങനെ അവസാനം നമ്മളെടുത്തു ഇറങ്ങി. അവര് ഉള്ളതൊക്കെ എടുത്തു. മാഡം ഇത് ട്രൈ ചെയ്ത് നോക്ക്, അത് ട്രൈ ചെയ്ത് നോക്ക്, ആ പാറ്റേൺ നോക്കി, ഈ പാറ്റേൺ നോക്കി, ഈ കളർ നോക്ക്, ഇത് ഇഷ്ടമാണോ, അവരെല്ലാം എടുത്തു തന്നു. അങ്ങനെ അവസാനം കുറച്ച് ഇവിടെ എടുക്കാൻ തീരുമാനിച്ചു. ലാസ്റ്റ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നു. ബട്ട് എല്ലാം നല്ല വിലയാണ്. 2000 മുകളിലേക്കേ ഉള്ളൂ. പക്ഷെ വേറെ വഴിയില്ലാണ്ട് എടുത്തു. അങ്ങനെ അവസാനം അവിടെ നിന്ന് എടുത്ത് അവർക്ക് സമാധാനം, ഞങ്ങൾക്ക് എല്ലാവരും. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനാണെങ്കിൽ എല്ലായിടത്തും എല്ലാ സ്ഥലവും ക്ലോസ്. വേറെ എന്ത് ചെയ്യാ, മൊത്തത്തിൽ എല്ലായിടവും ക്ലോസ് ആയി. ആ ഒരു കുറച്ച് ഫ്രൂട്ട്സിനെ കടക്കേണ്ടായിരുന്നു. കുറച്ച് മാംഗോ വാങ്ങി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവസാനം താലിൽ പോയിട്ട് നല്ല അടിപൊളി പെരി അൽഫാമും കുബൂസൊക്കെ വാങ്ങി കഴിച്ചു. ഞാൻ 3 ഗ്ലാസ് കട്ടൻ ചായ വാങ്ങി. കാരണം അവിടുത്തെ കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തുമ്പോഴത്തേനും 3 മണിയാവാനായി. 3 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ടും പരിപാടി കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത്താത്താണെങ്കിൽ മെഹന്തി കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ ഇടാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യണം. എൻ്റെ ഇത്താത്ത അനിയത്തി അവർ നല്ല അടിപൊളിയായിട്ട് കോളാക്കി തന്നു. നാളെ പെരുന്നാളാണെന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് അവർ എന്തൊക്കെയോ വരച്ച് കാണിച്ചിട്ട് എല്ലാം ഉണങ്ങിയിട്ട് മുഖമൊക്കെ കഴിയുമ്പോഴത്തേനും നേരം വെളുത്ത് സൂര്യ ഉദിച്ചു. അപ്പോഴത്തേനും എൻ്റെ അനിയത്തിയാണെങ്കിൽ ഫേസ് പാക്കറ്റ് കിടന്നുറങ്ങി. രാവിലെ 9 മണിക്ക് എണീറ്റിട്ടാണ് മുഖം കഴിക്കിയത്. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.